ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് 2 ശർക്കര നമ്മളിട്ട് അതിലൊന്ന് ഉരുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര നന്നായിട്ട് ഉരുക്കി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇതിനപ്പോൾ. ഇതിലേക്ക് നമ്മൾ ഇത്ര നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബൗൾ നിറച്ചില്ല, ഇത്ര നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ളിൻ്റെ ഒരു 2 സ്പൂൺ, വലിയ സ്പൂൺ എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു 2 ഗ്ലാസ് അവിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്ര കൂടിയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ നമ്മൾ. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അവിൽ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്, നല്ല ഒരു മണവും നെയ്യിൻ്റെ മണമൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു പഴം, നേന്ത്രപ്പഴമാണ്, ഏത് പഴമായാലും കുഴപ്പമില്ല, പഴം അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, മാതളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാം. പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്, ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുന്തിരിയോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണക്കമുന്തിരി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്നത് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ശർക്കര ഉരുക്കിയതിന് പകരം തേൻ മാത്രം ഒഴിച്ച്, തേൻ മധുരത്തിന് ഒഴിച്ചിട്ട് ചെയ്താൽ നല്ല രസം കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇത് ചിലപ്പോൾ വയസ്സായവർക്കൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്തിരി പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അവസാനം കുറച്ച് പാൽ, ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത്.